നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫീസ് ഫോണിലേക്ക് നിങ്ങൾ അയച്ചാൽ യു വിൽ ഹാവ് മോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ ഇടയിൽ എന്നോട് ഓഫ് ദ ടോപ്പിക് സംശയങ്ങൾ ചോദിക്കല്ലേ, മൈ റിക്വസ്റ്റ്. ബിക്കോസ് കുറെ കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കുറെ സംശയങ്ങൾ ചോദിച്ചാൽ യു യുവർ സെൽഫ് വിൽ ലൂസ് ദ മേജർ പാർട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവും. എൻ്റെ ഒരു പ്രോബ്ലം ആണ്, അതെൻ്റെ ഒരു വീക്കർ സെക്ഷൻ ആണ്. ബിക്കോസ് ഞാൻ കുറെ കാര്യങ്ങൾ ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്, നിങ്ങളെ പെർഫോമൻസ് ചെക്ക് ചെയ്തിട്ടാണ്, ബാക്ക് എൻഡിൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ആവുന്നത്. അപ്പൊ റീഡിങ്ങിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പോയിന്റ് വൈസ് PPT മാത്രമല്ല, ഐ ഹാവ് എ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഐ ഹാവ് റിട്ടൺ നോട്ടഡ് ഡൗൺ ഫോർ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്. Then what I do is I assimilate and then deliver it in the right way so that you get the best. അപ്പൊ ഇടയിൽ ഓഫ് ദ ടോപ്പിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സോറി, അത് ഞാൻ ഡിസ്ട്രാക്ട് ആവുന്ന കാരണം. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. അപ്പോൾ PT റീഓർഡർ പാരഗ്രാഫ് ഇവിടെ ശ്രദ്ധിച്ചറിയാം. സീക്വൻസ് മാർക്കേഴ്സ്. ഓക്കെ, സീക്വൻസ് മാർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് സീക്വൻസ് മാർക്കർ എന്ന് മനസ്സിലാക്കാതെ. സീക്വൻസ് മാർക്കർ എന്ന് വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ്, നെക്സ്റ്റ്, ദെൻ, ഫൈനലി, ലാസ്റ്റ്ലി, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ദിസ് ക്യാൻ ബി സംവെയർ ഇൻ ദ ഫ്രണ്ട് റോ. ഇതുപോലത്തെ സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും തുടക്കത്തിലായിരിക്കും എന്നുള്ളൊരു ധാരണ വരും. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ, സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയാനാണ്. എന്തെങ്കിലും മുന്നേ ഒരു സെന്റൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എന്ന് പറയണമെങ്കിലും ഏതെങ്കിലും ഒരു സെന്റൻസ് മുന്നേ ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ടാണ് ദെൻ എന്ന് പറയാം. മേ ബി റിസൾട്ട് അല്ലെ. ഫൈനലി എന്ന് പറഞ്ഞാൽ എന്താ, ദെൻ എൻഡ് റിസൾട്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഡിമാർക്കേഷൻസ് അല്ലെങ്കിൽ അതുപോലത്തെ വേർഡ്സ് തരുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്, ദാറ്റ് യു ആർ ഗോയിങ് ടു ലൈക്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ഓർ ദ ലാസ്റ്റ്. ഇതിനൊരു ക്ലാരിറ്റി ശരിക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നൗ നെക്സ്റ്റ് സബ്സിക്വന്റ്ലി, ഇവൻച്വലി, മീൻവൈൽ. ഇവിടെ നോക്കാം. സബ്സിക്വന്റ് എന്ന വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവൻച്വലി എന്ന് പറഞ്ഞ വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ മീൻവൈൽ എന്ന് പറയുമ്പോൾ, ഒരു സെന്റൻസിന് തുടക്കം എന്ന് പറഞ്ഞാൽ then there is something that is in the beginning and then the continuation is in the subsequent part. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ട്. ഇവൻച്വലി എന്ന് പറയുമ്പോൾ പിന്നെയും റിസൾട്ടാ. മീൻവൈൽ എന്ന് പറയുമ്പോഴും യെസ്, there is something in the beginning and then you have said meanwhile. അപ്പോൾ ഈ സീക്വൻസ് മാർക്കർ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം, എഴുതി വെക്കണം കേട്ടോ. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സംതിങ് ദാറ്റ് you will remember for a longer time. No, that does not happen. When you write, you remember it for a longer time. Make it a habit. Whatever points you get, make sure that you write it down. Listen ചെയ്താൽ it is at that point of time that you forget, and listening and visuals കണ്ടു കഴിഞ്ഞാൽ maximum 24 to 48 hours അത് കഴിഞ്ഞാൽ പിന്നെ വാപ്പറേറ്റ് ആയി. പിന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാനും ആഗ്രഹിച്ചാലും നടക്കില്ല. And that does not happen. So then make sure that you note it down. Okay, സ്ക്രീൻഷോട്ടും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ, because that is equivalent to keeping it aside and not utilizing it. I have done lot of screenshot. I have done lot of, like, whenever in the beginning, in my early days, when I used to go for trainings, I used to take a lot of pics of workshops, and ultimately it is dumped, and the Google suggests that you have not utilized it, there's a duplication, and we delete it. That's it. That's what happens. Appo കൃത്യമായിട്ട് നോട്ട് ചെയ്താൽ you remember it for a longer time. Do that. Okay. ഇനി addition or continuation, ഇത് അതുപോലെ തന്നെയാണ്. further more, ഇങ്ങനത്തെ വാക്കുകൾ എവിടെയാണ് ഉപയോഗിക്കാന്നറിയാം. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണേ, because this is going to be a longer section. This is going to be a part A and part B for this, so it won't end in a particular day. So then understand this. Furthermore, ഇപ്പൊ നിങ്ങൾ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ഒക്കെ ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്,
യു ഡു എ ലിസ്ണിംഗ് ആൻഡ് ദെൻ ആ ഒരു അതിൻ്റെ സമ്മറിയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു വേർഡ്സ് ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി, ഇൻ അഡീഷൻ ഒക്കെ സുഖമായിട്ട് നിങ്ങളുടെ സെന്റൻസ് വെറുതെ ഒരു പ്രസന്റേഷൻ ചെയ്യാതെ അതിനൊരു എഡീഷനോ കണ്ടിന്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ സഹായിക്കുന്ന വേർഡ്സ് ആണ് ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി, ഇൻ അഡീഷൻ. വെറുതെ ആൻഡ് എന്ന് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ജസ്റ്റ് ബിക്കോസ് എന്നൊക്കെ ഉപയോഗിക്കാതെ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കൂ. സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് മോർ ലൈക്ക് പല ഞാൻ സെക്ഷൻ വൈസ് നിങ്ങൾക്ക് ട്രെയിനേഴ്സ് എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് ചില ഇതിലൊക്കെ വൊക്കാബുലറി കൃത്യമായിട്ട് സ്കോർ ചോദിക്കാറുണ്ട്. വൊക്കാബുലറിക്ക് സ്കോർ, സ്പെല്ലിങ്ങിനല്ല, വൊക്കാബുലറിക്ക്. ഈ വൊക്കാബുലറി സ്കോർ എന്ന് വെച്ചാൽ it is not just about bombarded words, it is about the variety of words that you have used. അപ്പോൾ എസ് എഴുതുമ്പോഴും ഇമെയിൽ എഴുതുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എഴുതി വെക്കൂ. ദിസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ഇൻ ആഡിങ് ടു പോയിന്റ്സ്. അപ്പോൾ ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി ഇങ്ങനത്തെ ആഡിങ് പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ദെൻ പ്രീവിയസ്ലി ഒരു സെന്റൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി, ഇൻ അഡീഷൻ ഒക്കെ പറയാം. Okay, I hope you have understood. Say yes in the chat box. റിക്വസ്റ്റ് ആണ്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. നിങ്ങൾ എഴുതി എടുക്കുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി എടുക്കണം കേട്ടോ. ബിക്കോസ് ഇങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ക്ലാസ് പലപ്പോഴും ഞാൻ കൊതിച്ചിട്ടുണ്ട്. ബിക്കോസ് ദിസ് ആർ ലൈക്ക് points that I have accumulated from different sections and experiences of mine. അതുകൊണ്ട് വെറുതെ പാഴാക്കരുത്. utilize this and make sure that you write it down. Okay, now next PT നമ്മൾ അടുത്ത അഡീഷൻ കണ്ടിന്യൂഷൻ ഉപയോഗിക്കുമ്പോൾ ഓൾസോ, ആസ് വെൽ, ടു, സിമിലർലി ഇതൊക്കെ വേർഡ്സ് വീണ്ടും ഉപയോഗിക്കുന്നത് എങ്ങനെയാ? നേരത്തെ കുറച്ച് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ അപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് വെച്ച് സെന്റൻസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, ഇത് ഫസ്റ്റിൽ വരില്ല, ലാസ്റ്റിൽ ചിലപ്പോൾ ആവാം. ബട്ട് ദർ ഇസ് എ പ്രിസീഡിങ് സെന്റൻസ്, സക്സീഡിങ് സെന്റൻസ് അല്ല, പ്രിസീഡിങ് സെന്റൻസ് ബിഫോർ that comes before this sentence, so that a connection is established, an addition is established. Okay, now ഇനി അടുത്തതാണ് ഇവിടെ നോക്കുക. ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, കോൺട്രാസ്റ്റ് ഓർ കൗണ്ടർ പോയിന്റ്. ഓക്കെ, കോൺട്രാസ്റ്റ് ഓർ കൗണ്ടർ പോയിന്റ്. കുറേ പോസിറ്റീവ് പോയിന്റ്സ് പറഞ്ഞു എന്ന് വയ്ക്കാം, അത് അതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ ഹൗഎവർ എന്ന് വെച്ച് ഉപയോഗിക്കും. അല്ലെങ്കിൽ കുറേ നെഗറ്റീവ് പോയിന്റ്സ് പറയുന്നു എന്നിട്ടാണ് ഒരു പോസിറ്റീവ് പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ ഹൗഎവർ. അപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ ലൈക്ക് ഹോൾ ഫീൽ ഓഫ് ദാറ്റ് പാരഗ്രാഫ്. കുറെ പോസിറ്റീവ് ആണോ പറയുന്നത്, കുറെ നെഗറ്റീവ് ആണോ പറയുന്നത്? അപ്പൊ ഹൗഎവർ വരുമ്പോ മനസ്സിലാക്കുക, then that's the end. So then കുറെ നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ then that's the end. However അപ്പ ലാസ്റ്റ് സെന്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നെവർദലെസ്, യെറ്റ്, ബട്ട്, ഓൾദോ. അല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ്, ഒരു സൈഡിൽ ഒരു പോയിന്റ് പറഞ്ഞു, അടുത്ത പോയിന്റിൽ വേറെ അതിൻ്റെതായ ഒരു എന്താ പറയാ ഓപ്പോസിറ്റ് പോയിന്റ്, ഓപ്പോസിറ്റ് വ്യൂ പറയുന്നുണ്ടെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ്, കോൺവേഴ്സ്ലി, ഇൻ കോൺട്രാസ്റ്റ്, ഓപ്പോസിറ്റ് വ്യൂ. ഇങ്ങനത്തെ വേർഡ് സെന്റൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ദാറ്റ് വിൽ പെട്ടെന്ന് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ, 1 മിനിറ്റ് അല്ലെങ്കിൽ 1.25 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ ക്രിട്ടിക്കൽ കണക്ടേഴ്സ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സീക്വൻസ് മാർക്കേഴ്സ്, സീക്വൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എങ്ങനെയാണെന്ന് വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഫസ്റ്റ്, സെക്കൻഡ്, നെക്സ്റ്റ്, ദെൻ ഫൈനലി, ലാസ്റ്റ്ലി. അത് കഴിഞ്ഞ് സബ്സിക്വന്റ്, ഇവൻച്വലി, മീൻ വൈൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എഡീഷൻ ഓർ കണ്ടിന്യൂഷൻ എന്ന് വെച്ചാൽ ഒരു സെന്റൻസിന്റെ എഡീഷൻ ആയിട്ട് പറയുന്നു. ഫർദർ മോർ, മോർ ഓവർ, അഡീഷണലി, ഇൻ അഡീഷൻ, ഓൾസോ, ആസ് വെൽ, ടു, സിമിലർലി, അങ്ങനത്തെ പോയിന്റ്സ് പറയുന്നു. കോൺട്രാസ്റ്റ് പറയുന്നു, കുറെ നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് പറയുന്നു, കുറെ പോസിറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് പറയുന്നു, ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നു, ഓൺ ദ അതർ ഹാൻഡ്, കോൺവേഴ്സ്ലി, ഇൻ കോൺട്രാസ്റ്റ്. ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ യു ആർ ഗോയിങ് ടു
like do complete that within a matter of seconds, but you should have an eye for this. നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ that won't make any difference. നിങ്ങൾ ആ സെന്റൻസ് മനസ്സിലാക്കണമെന്ന് പോലും ഇല്ല. ഇങ്ങനത്തെ മാർക്കേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് മനസ്സിലാക്കി നിങ്ങൾ സമയം കളയണമെന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് റിക്വയർഡ്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ്. അടുത്ത ക്രിട്ടിക്കൽ കണക്ടർ ആണ് കോസ് ആൻഡ് എഫക്ട്. ഓക്കെ, കോസ് ആൻഡ് എഫക്ട്. therefore കോസും എഫക്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇഫക്ട് എന്ന് വെച്ചാൽ റിസൾട്ട്. ഓക്കെ, therefore അപ്പൊ കുറെ പ്രോബ്ലംസ് അതിന്റെ റിസൾട്ട്. therefore thus consequently as a result കുറെ പ്രോബ്ലംസ് പറഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു. because since due to for this reason. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓർ ഇല്ലസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, such as. അപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ ആ എക്സാമ്പിളിന് മുന്നേ ഉള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ്, ടു ഇല്ലസ്ട്രേറ്റ്, സ്പെസിഫിക്കലി, നെയിംലി. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ you're going to go bang on. That's it. Okay, അപ്പൊ ഇതൊന്ന് ഞാൻ റിവൈസ് ചെയ്യണോ? ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, സീക്വൻസ് മാർക്കേഴ്സ്, എഡിഷൻ, കോൺട്രാസ്റ്റ് ഓർ കൗണ്ടർ പോയിന്റ്. അടുത്തത് പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? കോസ് ആൻഡ് എഫക്ട്. therefore thus consequently because. ഫോർ എക്സാമ്പിൾ, ടു ഇല്ലസ്ട്രേറ്റ്. ഈ വേർഡ്സ് ഒക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് എസ്സേയിലോ ഇമെയിലിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലെല്ലാ വേർഡ്സും അല്ല, ഡിപ്പെൻഡ്സ് ഓൺ ദ വേ ദ ക്വസ്റ്റ്യൻ ഇസ് ബീങ് ആസ്ക്ഡ്. സമറൈസ് സ്പോക്കൺ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ഇമേജ് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ചില സമയത്ത് സ്റ്റക്ക് ആവും. അപ്പൊ ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ ഉപയോഗിച്ച്, അനാവശ്യമായ വേർഡ്സ് എല്ലാം മേ ബി റിലേറ്റഡ് ടു വാട്ട് ഇസ് റിക്വയർഡ്, ആ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു അലോട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മൾ. ഓക്കെ, ഇത് ഇത്ര മനസ്സിലായോ? ക്രിട്ടിക്കൽ കണക്ടേഴ്സ്. Yeah, I'm going very in depth so that you understand each and every point. അതുകൊണ്ടാണ്. Yeah, അജയ്ക്ക് മനസ്സിലായോ? ഹലോ, എല്ലാവരും നിന്ന് യെസ് കിട്ടിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. Yeah, okay, thank you. Okay, now next is 5-step method. എന്താണ്? ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ? ഓക്കെ, ആദ്യത്തെ സെന്റൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന് നോക്കൂ. ഐഡന്റിഫൈ ദ ടോപ്പിക് സെന്റൻസ്. എപ്പോഴും ഒരു സെന്റൻസിന് ആദ്യത്തെ സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആയിരിക്കണം. ആദ്യത്തെ സെന്റൻസ് എപ്പോഴും ടോപ്പിക് സെന്റൻസ് ആയിരിക്കും. എവിടുന്നെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്ത് തരാല്ലേ ചെയ്യുന്ന റീഓർഡർ പാരഗ്രാഫിൽ ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ അതിന്റെ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ടോപ്പിക് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ സബ്ജക്ട്. ഈ വാക്ക് ശ്രദ്ധിക്കണേ. ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ സബ്ജക്ട്. ഓക്കെ, ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ സബ്ജക്ട് ആൻഡ് ദാറ്റ് ഇസ് വെരി വൈറ്റൽ. ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന കാരണമാണ് കുറെ പോയിന്റ്സ് നമുക്ക് വിട്ടുപോകുന്നത്. ഓക്കെ, introduces the main statement. Okay, main subject. This is vital. Introduces the main subject. ഇത് ഈ സബ്ജക്ട് കാരണമാണ് നമുക്ക് കുറെ ക്ലാരിറ്റി വരുന്നത്. മെയിൻ സബ്ജക്ട് എന്താണ് ടോപ്പിക്, ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നൗ സ്റ്റാൻഡ് അലോൺ വിത്തൗട്ട് റെഫറിങ് ടു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്. ഈ സെന്റൻസിന് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് സഹായത്തിന്റെ ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റിന് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ അ പ്രിസീഡിങ് സെന്റൻസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സെന്റൻസിന് ഇതിന് മുന്നേ ഒരു സെന്റൻസ് വെക്കണം എന്ന ആവശ്യമില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ സപ്പോർട്ട് ഓഫ് എ പ്രിസീഡിങ് സെന്റൻസ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ സപ്പോർട്ട് ഓഫ് ദ പ്രിസീഡിങ് സെന്റൻസ്. ആദ്യത്തെ സെന്റൻസ് ആയ കാരണം ദാറ്റ് ഗിവ്സ് clarity of what it is. Okay, does not contain pronoun that need antecedents. ഇനി മൂന്നാമത്തെ പോയിന്റ്, പ്രൊനൗണിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ
ഇതില് OET എക്സാം എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ? OET അറ്റംപ്റ്റ് ചെയ്തവരുണ്ടോ? OET നഴ്സസിനാണ് കേട്ടോ. ഓക്കെ, സോ ദെൻ ഇറ്റ്സ് നോട്ട് എ ഓക്കെ. അപ്പൊ OET അറ്റംപ്റ്റ് ചെയ്തവർക്ക് അറിയാം ലെറ്റർ റൈറ്റിംഗ് വരും അതിൽ. അപ്പോ ഇത് ബീൻ ടീച്ചിങ് OET ഫോർ ദ പാസ്റ്റ് 8 years ആണ്. അപ്പോ നമ്മള് OET അല്ലെങ്കിൽ ഇതിലൊക്കെ പ്രോണൗൺ എവിടെയാ ഉപയോഗിക്കാന്ന് ഞാൻ പറയാം. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെ കണ്ടു, അവരുടെ പേരറിഞ്ഞു, ആ പേര് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരാളെ ആദ്യം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഹി ഓർ ഷീ എന്ന് പറയുമ്പോൾ ദാറ്റ് ഗിവ്സ് an understanding of whom we are talking about. Say for example, I met my friend. Okay, today morning I met my friend. He's a big chap. He's a big fellow. He's a rich person. അപ്പൊ നോക്കൂ, ഞാൻ എന്താ പറഞ്ഞേ? I introduced that friend. Okay, today I met my friend. He's a, അപ്പൊ she is a, അപ്പൊ ഇതെന്താ? ഇൻട്രൊഡക്ഷൻ ആദ്യം കഴിഞ്ഞു. അപ്പോ പ്രോണൗൺ എവിടെയാ വരുന്നേ? പ്രോണൗൺ വരുന്നത് ആദ്യം ഇൻട്രൊഡക്ഷനിലല്ല, ഇറ്റ് ഈസ് എ സെക്കൻഡറി സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഹി ഓർ ഷീ അല്ലെങ്കിൽ ദേ, അതുപോലത്തെ പ്രോണൗൺസ് എവിടെയെങ്കിലും, ഇറ്റ്, അതുപോലത്തെ പ്രോണൗൺസ് അവിടെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, it is not a first sentence, it is a secondary or the other set of sentence after the topic statement or after the topic sentence. So it will never be the first statement. അത് ക്ലിയർ ആയോ? ടോപ്പിക് സെന്റൻസ് ആവണം. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സേ യെസ്. ഓക്കെ, so topic sentence ആവണം. So it introduces the first point. Pronoun ഉണ്ടാവാൻ പാടില്ല. Okay, often makes a general statement that subsequent statements will develop. ഒരു general statement ആയിരിക്കും, and it will help in developing the subsequent statement. So general statement, and with it's a starting point. ഈ ഒരു statement one will always be a general statement. General statement ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്സ് 2, 3, 4, 5 വരുള്ളൂ. Because this is the developing, this statement develops other statement. This statement develops other statement. ഇതിന്റെ സോൾ അടിസ്ഥാനത്തിലാണ് സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ഉണ്ടാവുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല. ഒരു കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരും. ക്ലിയർ ആയോ? സോ ദെൻ ഈ 4 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ഓർത്തു വെക്കുക. മെയിൻ സബ്ജക്റ്റ് ആയിരിക്കും, ടോപ്പിക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, സ്റ്റാൻഡ് അലോൺ ആയിരിക്കും, അതിന് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല, ബിക്കോസ് പ്രിസീഡിങ് സെന്റൻസിന് ആവശ്യമില്ല, പ്രോണൗൺ ഉണ്ടാവില്ല. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലായിരിക്കും സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഫിഫ്ത് സ്റ്റേറ്റ്മെന്റും വളരുക അല്ലെങ്കിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് അണ്ടർസ്റ്റുഡ്, റൈറ്റ്? ഈ ഒരു പേജ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ് ഓർ നോ? Put that in chat box. Okay. Okay. അപ്പൊ ഇത് മനസ്സിലായി. സോ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാം. ഇവിടെ നോക്കാം. ഈ 5 സ്റ്റെപ്പ് മെത്തേഡിൽ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഡോക്ടർ ബൈറൺ ഹാസ് ലോങ് ഹെൽഡ് ദീസ്
that there is a link between diet and acne. Dr. Byron has long held that there is a link between diet and acne. ഈ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത ശ്രദ്ധിക്കണേ. The sentence reintroduces the topic. ഈ സെന്റൻസ് ഈ ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ എന്താണ് ടോപ്പിക് ഒന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സ് എന്താണ് ടോപ്പിക്. വാട്ട് ഇസ് ദ ടോപ്പിക്? വാട്ട് ഇസ് ദ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്? വാട്ട് ഇസ് ദ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്? വാട്ട് ഇസ് ദ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്? 3 വേർഡ് തന്നാൽ മതി, അത്രേ ഉള്ളൂ. അതിന് മുകളിൽ വരണ്ട. 3 വേർഡ് തന്നാൽ മതി. എല്ലാവരും ടൈപ്പ് ചെയ്യുന്നത് പെട്ടെന്നാവട്ടെ. ഞാൻ ഹിന്റും പറഞ്ഞു തന്നു, എന്നെക്കാളും വലിയ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആലോചിച്ച് പെട്ടെന്നാവട്ടെ. മൂന്ന് വേർഡ് തന്നാൽ മതി. ഈ സെന്റൻസിന് 3 വേർഡ് തന്നാൽ മതി എന്ന് ആ മെയിൻ ഐഡിയ എന്നോ എന്തൊക്കെയാ പറയുന്നത്? സംശയമുണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോന്ന് പറഞ്ഞ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ടൈപ്പ് ചെയ്യാത്തവരൊന്ന് നോന്ന് പറഞ്ഞേ. നോ. നോ. വേറെ ആരെങ്കിലും ഉണ്ടോ മനസ്സിലാവാത്തവര്? വേറെ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേര് ഞാൻ കണ്ടില്ല, ആൻസർ കണ്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ക്വിക്ക്. പേര് വിളിക്കണോ? വേണ്ടല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞു പെട്ടെന്നാവട്ടെ. മനസ്സിലായില്ലെങ്കിൽ നോന്ന് അറിയാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഡോക്ടർ ബൈറൻ ആണോ ടോപ്പിക്? അല്ല. ലോങ് ഹെൽഡ് ആണോ ടോപ്പിക്? അല്ല. ലിങ്ക് ആണോ ടോപ്പിക്? അല്ല. ടോപ്പിക് എന്താണ്? ഡയറ്റ് ആൻഡ് ആക്നെ. ഡയറ്റ് ആൻഡ് ആക്നെനെ കുറിച്ചാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ കണ്ടെത്തി, അത് വേറെ കാര്യം. ബട്ട് ഇവിടെ മെയിൻ ടോപ്പിക് സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റ്മെന്റ് is Dr. Byron has long held that there's a link between ഡോക്ടർ ബൈറൻ ചിന്തിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും വർഷങ്ങളായിട്ട് വിശ്വസിച്ചിരുന്നത് there's a link between diet and acne. കഴിക്കുന്ന ഭക്ഷണവും ആക്നെയും തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? വാട്ട് ഇസ് ദ ടോപ്പിക്? ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറ്റ് ആൻഡ് ആക്നെ. ഇതാണ് ടോപ്പിക്. ക്ലിയർ ആയോ? സേ യെസ്. മനസ്സിലാവാത്തവര് സേ യെസ്. യെസ്. ഓക്കെ. സ്റ്റാൻഡ് അലോൺ വിത്തൗട്ട് നീഡിങ് പ്രയർ കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റ് ഇതിന് മുന്നിൽ വരണമെന്നില്ല. ഹി ഹാസ് ഹെൽഡ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഹി ആരാന്നാവോ നമുക്കറിയില്ല. അപ്പൊ പ്രൊനൗൺ ഇല്ല. എന്താണ്? നൗൺ ഫോം ഉപയോഗിക്കുക ചെയ്തേക്കുന്നത്. ഡോക്ടർ ബൈറൻ എന്നാണ് ഉപയോഗിച്ചത്. ഓക്കെ. നൗ contains a complete subject, Dr. Byron, rather than a pronoun. അപ്പൊ നോക്കൂ, when you see the sentence, quickly scan for a line or a paragraph that has a topic statement, no pronoun, and does not require a prior context. മനസ്സിലായോ? അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ഭയങ്കര എളുപ്പം. ഇവിടെ നോക്കൂ, സ്റ്റെപ്പ് 2. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ട്രാക്ക് പ്രോണൗൺ റെഫറൻസ്. പ്രോണൗൺ റെഫറൻസ് എന്ന് വെച്ചാൽ ഹി, ഷീ, ദേ, ഇറ്റ്, ദിസ്, ദീസ്, ഇങ്ങനത്തെ പ്രോണൗൺ റെഫറൻസുകൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. വെൻ യു സേ ഹി കൺവിൻസ്ഡ്, അപ്പൊ ആരാ ഹി? അപ്പൊ ആ ആളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ആളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ സെന്റൻസിൽ ആ ആളെ കുറിച്ചുള്ള റെഫറൻസ് നൗൺ ഫോം നമ്മൾ ഇട്ട് വെച്ചേക്കണം. അതായിരിക്കും ഇതിനേക്കാളും മുന്നേ ഉള്ള സെന്റൻസ്. വെൻ യു സീ ദ വുമൺ were asked, എന്ന് പറയുമ്പോൾ
Look for where women were first mentioned. ഇപ്പൊ ഒരു കാര്യം പറയാം. The womenനും a women. I want to see a doctor. എനിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ടാൽ മതി. ഹോസ്പിറ്റലിൽ ചെന്നു, ഞാൻ പറഞ്ഞു I want to see a doctor. ഇപ്പൊ ഏതെങ്കിലും ഡോക്ടർ കണ്ടാൽ മതി. Can I meet the doctor? ഞാൻ ആളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. And I say, can I meet the doctor? The എന്ന് പറയുമ്പോൾ then that card or that visiting card holds the name of that doctor. ആളിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് and I have come to see the doctor. മനസ്സിലായോ? അപ്പൊ the women were asked എന്ന് പറയുമ്പോൾ for where women were first mentioned. എവിടെയോ വിമനെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സേ യെസ്. സേ യെസ്. ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് പോവാട്ടോ. Pay attention to highlighted pronouns as they often provide critical clues. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ദ വിമൻ അതുപോലത്തെ പ്രൊനൗൺസ് ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഗിവ്സ് യു എ ഹിന്റ്. അത് എവിടെയോ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, ഇതിന് മുന്നേ ഒരു സെന്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. He convinced Professor Fitzgerald of the University of Hull to set up a study into this matter. എന്ത് മാറ്റർ? ദിസ് മാറ്റർ. അപ്പൊ ദിസ് എന്താണ്? എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഈ ദിസ് എന്താണ്? ഈ ദിസ് മാറ്റർ എന്താ? ദിസ് മാറ്റർ എന്താ? ഈ മാറ്റർ എന്താണ്? അതാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. ദിസ് മാറ്റർ എന്താണ്? ദിസ് മാറ്റർ ഡയറ്റ് ആൻഡ് ആക്നെയാണ്. അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. ദിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊനൗൺ പറയുന്നുണ്ടെങ്കിൽ that is a reference to a thing that has been previously said. ശ്രദ്ധിക്കണം കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വെറുതെ അതുകൊണ്ടാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും റീഓർഡർ പാരഗ്രാഫിലും കണ്ടമാനം പ്രോബ്ലംസ് വരാൻ കാരണം വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്. നമ്മൾ മണിക്കൂറോളം ഇരിക്കും. സാർ ഞാൻ ഇതൊക്കെ വായിച്ച് തീർത്തിട്ട് വേണം, ഞാൻ എങ്ങനെ ഇത് വായിച്ച് തീർക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന് ഉത്തരം പറഞ്ഞ് പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ, എങ്ങനെയാ പറ്റുന്നത്? ശരിയാവും. ഈവൻ ദോ യു ഹാവ് ലൈക്ക് ഐ റിയലി ടെൽ യു, കുറെ എന്താ പറയാ, കുറെ സ്റ്റുഡൻസ് ഉണ്ട്, they never bother to attend the master class. ചില സ്റ്റുഡൻസ് they cannot because they are not in that time zone. But students who can even attend, they do not bother because ഇത് അറിയാമെന്നാണ്. ബട്ട് പ്രോബ്ലം അറൈസസ്, എനിക്കും അറിയാം ഈ കാര്യങ്ങൾ, എനിക്കും അറിയാം. ബട്ട് പ്രോബ്ലം അറൈസസ്, പ്രോ ആക്റ്റീവ് തിങ്കിങ് നമ്മൾ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ വരുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. പ്രോ ആക്റ്റീവ് തിങ്കിങ് 1.5 മിനിറ്റ്സിനുള്ളിൽ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. Until unless you are not using it, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ യു ഗെറ്റ് സ്റ്റക്ക്. that's what happens. അതുകൊണ്ടാ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, he convinced. ഇപ്പൊ ഇവിടെ നോക്കൂ, he convinced. who convinced? ആരാ കൺവിൻസ് ചെയ്തേ? ചാറ്റ് ബോക്സിലിട്ടെ. ആരാ കൺവിൻസ് ചെയ്തേ? പേരൊന്നും മാറിപ്പോയി, പോട്ടെ. ഡോക്ടർ ബൈറൺ. ഓക്കെ, ഡോക്ടർ ബൈറൺ, അത്രേ ഉള്ളൂ. അപ്പോ ഹീ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിനു മുന്നേ ഒരു സെന്റൻസ് ഇവിടെ ഉണ്ടാവണം. അപ്പൊ ആ സെന്റൻസ് കണ്ടെത്തിയാൽ മതിയല്ലോ. സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റ്മെന്റ്. That gives you a hint. Now step 3. Follow definite articles. The appears before a noun. ഒരു നൗണിന്റെ മുന്നേ the എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക.
that indicates that the noun has been previously mentioned. The noun has been previously mentioned. ഒരു നൗണിന്റെ മുന്നേ the ഉപയോഗിക്കുമ്പോ the means it has been previously mentioned. Previously mentioned. ഇത് ശ്രദ്ധിച്ചാൽ okay, you're going to hit the bullseye. ഇത് ശ്രദ്ധിക്കാതെ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഫ്ലോ. ഇത് തന്നെ, വേറെ ഒന്നും ചിന്തിക്കാനില്ല. സെന്റൻസ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ദിസ് 1 2 3 4 5 കൃത്യമാവും. ബട്ട് യു ഹാവ് ടു നോട്ടീസ്. ഇപ്പൊ നമുക്കൊന്ന് സെന്റൻസ് ഒന്ന് നോട്ടീസ് നോക്കാം. The women were asked to fill in a questionnaire about their diet and acne, about their suffering from acne. The suggests these women were introduced earlier, likely in studied more than 47,000 women. 47,000 വിമന് ആള് സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ എപ്പോഴും നമുക്ക് കൃത്യമാവും അവിടെ ആ ഒരു ഇൻട്രൊഡ്യൂഷൻ. ആ സ്റ്റഡി ചെയ്തപ്പോൾ ആരുടെ മേലാണ് ചെയ്തത്? വിമന്റെ മേലാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദ വിമൻ എന്ന് പറഞ്ഞത്. ഇനി സ്റ്റെപ്പ് 4, പാസീവ് വോയിസ്. പാസീവ് വോയിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പാസീവ് വോയിസ് പഠിച്ചവര്. ഓക്കെ, പാസീവ് എന്ന് വെച്ചാൽ your action or studies have been mentioned earlier. Okay, mentioned earlier. Say for example, no link was found between acne and traditionally suspect foods such as chocolate and chips. No link was found. Was found. Passive voice നമ്മൾ ഉപയോഗിക്കുമ്പോൾ was found, previously mentioned. No link was found refers to study that was previously mentioned. അങ്ങനത്തെ ഇതില് സ്റ്റഡീസില് ഒരു രീതിയിലെയും കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോ ഇത് കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റ്മെന്റ് കണ്ടു. പിന്നെ രണ്ടാമത്തെ എന്താ ചെയ്തേ? പ്രോനൗണിനെ കണ്ടെത്തി. മൂന്നാമത് എന്താ ചെയ്തേ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ നമ്മൾ കണ്ടെത്തി. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ദ, നൗണിന്റെ മുന്നേ ദ. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ. ഓക്കെ, നൗ ഇനി ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ടോപ്പിക് ഇൻട്രൊഡക്ഷൻ, ഡോക്ടർ ബൈറൺ വാസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ ബൈറൺ വാസ് ലോങ് ഹെൽഡ് ദാറ്റ് ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ഡയറ്റ് ആൻഡ് ആക്നെ. ഇത് ടോപ്പിക് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് എന്താണ്? ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഹി കൺവിൻസ്ഡ് പ്രൊഫസർ ഫിറ്റ്സ്ജെറാൾഡ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഫിറ്റ്സ്ജെറാൾഡ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹി കൺവിൻസ്ഡ് ഫിറ്റ്സ്ജെറാൾഡ് ടു സെറ്റ് അപ്പ് സ്റ്റഡി ചെയ്യാതെ, തീരുമാനിക്കാതെ ഇവിടെ ഈ സ്റ്റഡീനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. സ്റ്റഡിയുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യം ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം, ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഹി കൺവിൻസ്ഡ് പ്രൊഫസർ ഫിറ്റ്സ്ജെറാൾഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൾ to set up a study into this matter. This matter എന്ന് വെച്ചാൽ ഡയറ്റ് ആൻഡ് ആക്നെ കുറിച്ച്. അങ്ങനെ പ്രൊഫസർ ഫിറ്റ്സ്ജെറാൾഡ് എന്ത് ചെയ്യുന്നു? His team studied more than 47,000 women. നാലാമത് എന്താ ചെയ്യുന്നത്? The women. അപ്പൊ ഈ ആരാ ഈ the women? 47,000 women. Okay, the women were asked to fill in a questionnaire about their diet and about their suffering from acne. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ഓരോ ലിങ്ക് കാണിച്ചു തരാം കേട്ടോ. ഡോക്ടർ ബൈറൺ ലിങ്ക്ഡ് വിത്ത് ഹി, കണ്ടോ? ഓക്കെ, പ്രൊഫസർ ഫിറ്റ്സ്ജെറാൾഡ് സ്റ്റഡി ലിങ്ക്ഡ് വിത്ത് സ്റ്റഡി. 47,000 വിമൻ ലിങ്ക്ഡ് വിത്ത് ദ വിമൻ. കണ്ടോ? ഇനി
to fill in about their suffering. അപ്പൊ no link was found between ഇപ്പൊ no link was found. ഇപ്പൊ no link was found എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് പറയണമെങ്കിൽ എല്ലാം നടന്നിട്ട് റിസൾട്ട് വരണം. അതുകൊണ്ടാണ് ഇത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആക്സസ് കിട്ടിയവര് എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ് നോക്കുക, അല്ലെങ്കിൽ പ്രൊനൗൺ നോക്കുക, ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തായിരുന്നു ക്രിട്ടിക്കൽ കണക്ടേഴ്സിനെ കുറിച്ച് റെഫറൻസ് ഞാൻ വീണ്ടും പറയാം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. ക്രിട്ടിക്കൽ കണക്ടേഴ്സ് ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, നെക്സ്റ്റ്, then finally, lastly, subsequently, eventually, meanwhile, അല്ലെങ്കിൽ furthermore, moreover, additionally, in addition, also, as well, to, similarly, അല്ലെങ്കിൽ however, nevertheless, yet, but, although, on the other hand, conversely, in contrast, അല്ലെങ്കിൽ cause and effect, therefore, thus, consequently, as a result, because, since, due to, for this reason, for example, for instance, such as to illustrate specifically, namely. ഇതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ട്യൂസ്ഡേ വി വിൽ ഹാവ് എ സെഷൻ. നിങ്ങൾ അത് എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഐ വിൽ ഗിവ് യു ആൻ അപ്ഗ്രേഡഡ് വേർഷൻ. ഐ എം വെരി ഷുവർ. ഓക്കെ, യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ബട്ട് ചെയ്ത് നോക്കാതെ, ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാതെ നമുക്ക് ദർ ഇസ് നോ റിസോർട്ട്. ഓക്കെ, സോ ഒന്ന് ചെയ്ത് നോക്കൂ. And then I will get back to you on Tuesday. Okay? ചെയ്യാലോ അല്ലേ? ഒരു 4-5 ചെയ്താൽ പോരാ. I want you to do minimum 30 to 40. Is that a promise? Say yes. Is that a promise? I need 30 to 40. Is that a promise? Okay? ചെയ്താൽ മാത്രമാണെങ്കിൽ ബാക്ക് എൻഡിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു അനക്കം കാണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 5 സാറേ ഞാൻ 5 ചെയ്തു. 5 ചെയ്താൽ എന്താണ്? അതിന്റെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അത് കൃത്യമായിട്ട് ആദ്യത്തെ 5-10 നിങ്ങൾ സമയം എടുത്തോ, കുഴപ്പമില്ല. ബട്ട് സബ്സിക്വന്റ്ലി കണ്ടോ, ഞാൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചത് കണ്ടോ? സബ്സിക്വന്റ്ലി യു വിൽ സ്റ്റാർട്ട്, ഓർ ഇവൻച്വലി യു വിൽ സ്റ്റാർട്ട് getting used to this within the stipulated time. Okay, try doing this and you will see wonders. ഇത് ചെയ്തു കഴിഞ്ഞാൽ fill in the blanks, reading and writing, fill in the blanks. It's going to be very easy. ചെയ്തു. Okay, and I will help you in the best possible way. Thank you. Bye. God bless. Bye.